അർജുനൻ സ്വയംവരത്തിൽ ജയിച്ചതിനു ശേഷം ദ്രൗപദി തൻ്റെ കയ്യിലുള്ള വരമാലയുമായി അർജുനനെ സമീപിച്ച് അർജുനന്റെ കഴുത്തിൽ അണിയിക്കും. ഇതെല്ലാം കണ്ട അവിടെയുള്ള രാജാക്കന്മാർ എങ്ങനെയെങ്കിലും ദ്രൗപദിയെ സ്വന്തമാക്കുവാനായി അവരവരുടെ കയ്യിലുള്ള ആയുധങ്ങളുമായി ദ്രുപദ രാജാവിനെയും ദൃഷ്ടദ്യുമ്നനെയും വധിക്കുവാനായി ശ്രമിക്കും. അതുപോലെ മറ്റു ചില ക്ഷത്രിയ രാജാക്കന്മാർ ബ്രാഹ്മണ വേഷത്തിലുള്ള അർജുനനെയും ഭീമസേനനെയും വധിക്കുവാനായി അവരുടെ അടുത്തേക്ക് സമീപിക്കും. അപ്പോൾ ദ്രുപദ മഹാരാജാവ് വളരെയധികം ഭയന്ന് അവിടെയുള്ള ബ്രാഹ്മണരുടെ അടുത്ത് പോയി നിൽക്കും. ഭീമസേനൻ തന്നെ വധിക്കുവാനായി സമീപിച്ച രാജാക്കന്മാർക്കെതിരെ അവിടെയുള്ള ഒരു വലിയ വൃക്ഷത്തെ പറിച്ചെടുത്ത് അവരോട് യുദ്ധത്തിന് തയ്യാറാകും. അർജുനൻ തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലുമായി തനിക്കെതിരെ വന്ന ക്ഷത്രിയരോട് എതിർക്കുവാൻ നിൽക്കും. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ബലരാമനോട് ഇങ്ങനെ പറയും: ആ അമ്പും വില്ലും എടുത്ത് സിംഹത്തെ പോലെ നിൽക്കുന്നതാണ് അർജുനൻ, അവിടെ വൃക്ഷത്തെ പറിച്ചെടുത്ത് ഒരു ഗജത്തെ പോലെ നിൽക്കുന്നതാണ് വൃഗോദരൻ. ഇത് കൂടാതെ കുറച്ചു മുൻപേ ഈ സ്വയംവരപ്പന്തൽ വിട്ടുപോയവരാണ് യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും. ഞാൻ കേട്ടതനുസരിച്ച് പാണ്ഡുപുത്രരും അവരുടെ മാതാവായ കുന്തി ദേവിയും വാരണാവതത്തിലുള്ള ലാക്ഷഗൃഹത്തിൽ സംഭവിച്ച അഗ്നിപ്രമാദത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയും. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട ബലരാമൻ വളരെയധികം സന്തോഷിക്കും. ഇനിയൊരു വശത്ത് അർജുനൻ അവിടെയുള്ള ബ്രാഹ്മണരോട് ഒരു വശത്തേക്ക് മാറി നിൽക്കുവാൻ പറഞ്ഞ് തനിക്കെതിരെ വന്ന രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെയുള്ള ക്ഷത്രിയ രാജാക്കന്മാരും ബ്രാഹ്മണർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. യുദ്ധത്തിൽ കർണൻ അർജുനനോടും ശല്യൻ ഭീമസേനനോടും ദുര്യോധനൻ മറ്റുള്ള രാജാക്കന്മാരോടും അവിടെയുള്ള ബ്രാഹ്മണരോടും യുദ്ധം ചെയ്യും. അർജുനനും കർണനും തമ്മിൽ വിവിധ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് യുദ്ധം ചെയ്യും. അർജുനന്റെ അസ്ത്രപ്രയോഗങ്ങൾ കണ്ട കർണൻ ആശ്ചര്യത്തോടെ: ഹോ ബ്രാഹ്മണ, നിങ്ങളെ കണ്ടാൽ ഇന്ദ്രനോ പരശുരാമനെ പോലെയുണ്ട്. എന്നോട് അർജുനൻ ഒഴിച്ച് ഈ ഭൂമിയിൽ മറ്റാർക്കും ഇങ്ങനെ യുദ്ധം ചെയ്യുവാൻ സാധിക്കില്ല. നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. കർണന്റെ വാക്കുകൾ കേട്ട അർജുനൻ: ഹോ കർണ, ഞാൻ ഇന്ദ്രനോ പരശുരാമനോ അല്ല, ഞാനൊരു സാധാരണ ബ്രാഹ്മണനാണ്. എൻ്റെ ഗുരു കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും വിദ്യ പഠിച്ചത് എന്ന് പറയും. ഈ ഭൂമിയിൽ കർണനോട് എതിർക്കുവാൻ പരശുരാമനും ദ്രോണാചാര്യർക്കും അർജുനനും മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ ശല്യനോട് എതിർക്കുവാൻ ബലരാമനും ഭീമസേനനും ദുര്യോധനനും മാത്രമേ സാധിക്കുള്ളൂ. അതേ സമയത്ത് ഇനിയൊരു വശത്ത് ശല്യനും ഭീമസേനനും രണ്ട് ഗജങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ യുദ്ധം ചെയ്യും. ഭീമസേനന്റെ പരാക്രമം കണ്ട മറ്റുള്ള രാജാക്കന്മാരെല്ലാവരും ഭയം തോന്നി തുടങ്ങി യുദ്ധം നിർത്തുവാൻ തീരുമാനിക്കും. ഇത് കണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണനും യുദ്ധം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെടും. അതിനുശേഷം ശ്രീകൃഷ്ണൻ ഈ സ്വയംവരത്തിൽ ഈ ബ്രാഹ്മണനാണ് ദ്രൗപദിയെ സ്വന്തമാക്കിയത് എന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റു രാജാക്കന്മാരോട് അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവാൻ ആവശ്യപ്പെടും. സ്വയംവരം കഴിഞ്ഞതിന് ശേഷം ദ്രൗപദിയെ പാണ്ഡവർ അവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൃഷ്ടദ്യുമ്നൻ അവരറിയാതെ അവരെ പിന്തുടർന്ന് അവരെന്താണോ പറയുന്നത് കേൾക്കുവാൻ ശ്രമിക്കും. ഒരു വശത്ത് കുന്തി ദേവി ഭിക്ഷാടനത്തിന് പോയ തൻ്റെ പുത്രന്മാരെ കാണാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാകും. കുറച്ചു നേരത്തിന് ശേഷം അർജുനൻ ദ്രൗപദിയെ കൂട്ടി തൻ്റെ മാതാവായ കുന്തി ദേവി താമസിക്കുന്ന ഗൃഹത്തിലേക്ക് വരും. ആ സമയത്ത് കുന്തി ദേവി ഗൃഹത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു മുറിയിലായിരിക്കും. അപ്പോൾ അർജുനൻ കുന്തി ദേവിയോട്: മാതേ, ഞങ്ങൾ എന്താണ് കൊണ്ടുവന്നത് എന്ന് നോക്കൂ എന്ന് പറയും. അർജുനന്റെ വാക്കുകൾ കേട്ട കുന്തി ദേവി ഭിക്ഷാടനമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്താണോ കൊണ്ടുവന്നത് അത് എല്ലാവരും സന്തോഷത്തോടെ പങ്കിട്ടെടുക്കുക എന്ന് പറയും. അത് കഴിഞ്ഞ് കുന്തി ദേവി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ദ്രൗപദിയെ കണ്ട് ദ്രൗപദിയെയാണോ താൻ ഭിക്ഷാടനം എന്ന് വിചാരിച്ച് പങ്കിട്ടെടുക്കുവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് വളരെയധികം വിഷമിച്ച് യുധിഷ്ഠിരനോട് ഇങ്ങനെ പറയും: പുത്ര യുധിഷ്ഠിര, അർജുനൻ ഭിക്ഷാടനമാണ് കൊണ്ടുവന്നത് എന്നല്ലേ പറഞ്ഞത്? പക്ഷേ ദ്രൗപദിയെയാണ് കൊണ്ടുവന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എത്ര വലിയ അപരാധമാണ് ചെയ്തത് പുത്ര, ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിക്കും. കുന്തി ദേവിയുടെ വാക്കുകൾ കേട്ട യുധിഷ്ഠിരൻ കുന്തി ദേവിയെ സമാധാനിപ്പിക്കും. എന്നാൽ ദ്രൗപദിയെ ആദ്യമായി കണ്ടപ്പോൾ പാണ്ഡവർക്കെല്ലാവർക്കും ഒരുപോലെ ദ്രൗപദിയോട് ഇഷ്ടം തോന്നും. പക്ഷേ ഇതിന് കാരണം എന്താണെന്ന് അവർ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. കുറച്ചു നേരത്തിന് ശേഷം ശ്രീകൃഷ്ണനും ബലരാമനും പാണ്ഡവർ താമസിക്കുന്ന ഗൃഹത്തിലേക്ക് പോകും. ആദ്യമായി ശ്രീകൃഷ്ണൻ കുന്തി ദേവിക്കും യുധിഷ്ഠിരനും നമസ്കരിച്ച് ഞാൻ നന്ദമഹാരാജാവിൻ്റെ പുത്രനായ ശ്രീകൃഷ്ണനാണ് എന്ന് പറയും. അപ്പോൾ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട്: ഞങ്ങൾ വേഷം മാറി നടന്നിട്ടും അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സിലായത് കൃഷ്ണ എന്ന് ചോദിക്കും. യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട ശ്രീകൃഷ്ണൻ: അഗ്നിയെ എങ്ങനെ മൂടി വെച്ചാലും അതിനെ മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. അതുപോലെ നിങ്ങൾ സ്വയംവരത്തിൽ പ്രദർശിപ്പിച്ച ശക്തി സാമർഥ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പാണ്ഡവർക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെല്ലാവരും വാരണാവതത്തിലുള്ള ലാക്ഷഗൃഹത്തിൽ സംഭവിച്ച അഗ്നിപ്രമാദത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഇവിടെ അധികം നേരം നിൽക്കുന്നത് ശരിയല്ല.
കാരണം ഇപ്പോൾ ഞങ്ങളെ ഇവിടെ വെച്ച് ഏതെങ്കിലും രാജാക്കന്മാർ കണ്ടാൽ അവർക്ക് ഞങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് സംശയം തോന്നും എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനും ബലരാമനും അവിടെ നിന്നും തിരിച്ചു പോകും. അതിനുശേഷം ഭീമസേനനും നകുല സഹദേവന്മാരും അവരുടെ അന്നത്തെ ഭിക്ഷാടനം കഴിഞ്ഞ് കിട്ടിയ ഭക്ഷണത്തിനെ കുന്തിദേവിക്ക് നൽകും. ഇവർ നൽകിയ ഭിക്ഷാടനത്തിനെ കുന്തിദേവി ദ്രൗപദിക്ക് നൽകി അതിൽ നിന്നും ഒരു ഭാഗം മാറ്റിവെക്കുവാൻ പറയും. ആ മാറ്റിവെച്ച ഭാഗം ദൈവത്തിന് സമർപ്പിക്കുവാനും ബ്രാഹ്മണർക്ക് കൊടുക്കുവാനും അല്ലെങ്കിൽ അവിടെ വരുന്ന അതിഥികൾക്ക് കൊടുക്കുവാനാണ്. ബാക്കിയുള്ള ഭക്ഷണത്തിനെ 2 ഭാഗങ്ങളാക്കുവാൻ പറഞ്ഞ് അതിൽ നിന്നും ഒരു ഭാഗം ഭീമസേനന് നൽകുവാൻ പറയും. ബാക്കിയുള്ള ഒരു ഭാഗം ആഹാരത്തെ 6 ഭാഗങ്ങളാക്കുവാൻ പറയും. ഈ 6 ഭാഗം ആഹാരം 4 പാണ്ഡുപുത്രർക്കും ദ്രൗപദിക്കും കുന്തിദേവിക്കും ഉള്ളതാണ്. ആഹാരം കഴിച്ചതിന് ശേഷം നിലത്ത് കറുകപ്പുൽ വിരിച്ച് പാണ്ഡവരുടെ തലഭാഗത്ത് കുന്തിദേവിയും കാലിൻ ചുവട്ടിൽ ദ്രൗപദിയും കടക്കും. അതിനുശേഷം പാണ്ഡവർ അവരുടെ രാജ്യത്തിൽ നടക്കുന്ന രാജ്യകാര്യങ്ങളെക്കുറിച്ചും അസ്ത്രശസ്ത്ര വിദ്യകളെക്കുറിച്ചും ചർച്ചിക്കും. പാണ്ഡവരുടെ ഈ സംസാരമെല്ലാം ഒളിച്ചുനിന്ന് കേട്ട ദൃഷ്ടദ്യുമ്നൻ പിന്നീട് എന്താണ് ചെയ്തത് എന്ന് നമ്മുടെ അടുത്ത മഹാഭാരതം എപ്പിസോഡിൽ